ഈ വരുന്ന ഓണം എക്സാമിന് ക്യാപിറ്റൽ അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ ലിബാൻ സാറാണ് നിങ്ങളുടെ ഈ വരുന്ന ഓണം എക്സാമിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ കാറ്റലിസ്റ്റിന്റെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ലോകേഷ്, എ പാർട്ണർ ഇൻ ദ ഫേം DCN കമ്പനി. DCN കമ്പനി എന്നുള്ള ഒരു ഫേമിന്റെ പാർട്ണറാണ് ലോകേഷ്. അപ്പൊ ലോകേഷിന് കുറെ ഡാറ്റ തന്നിട്ടുണ്ട്. എന്താ? ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2026 1,20,000 ആണ് എന്തുള്ളത്. നമ്മുടെ ആരാണ് ആളുടെ പേര് ലോകേഷിന്റെ ക്യാപിറ്റൽ. അത് ഡീഡ് പറയുന്നുണ്ട്. ഡീഡിൽ എന്താ? ക്യാപിറ്റൽ 1,20,000 ആണ് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് അറ്റ് 5%. അപ്പൊ ഈ 1,20,000 5% എന്തുണ്ട്? നമ്മുടെ ആർക്ക്? ലോകേഷിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. സാലറി അലൗഡ് 3,000 പെർ മന്ത്. ഒരു മന്ത് 3,000 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ലോകേഷിന് സാലറി കിട്ടുന്നുണ്ട്. ഡ്രോയിങ്സ് ലോകേഷ് 12,000 റുപ്പീസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,000 റുപ്പീസ് വേറെ ഉണ്ട്. പ്രോഫിറ്റ് ഷെയർ 30,000 ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്. ആര്? ലോകേഷിന്റെ പ്രോഫിറ്റ് ഷെയർ എത്രയാണ്? 30,000. ഫൈൻഡ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലോകേഷ്. ലോകേഷിന്റെ ക്ലോസിംഗ് ബാലൻസ് കാണണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം? ക്യാപിറ്റലിന്റെ രണ്ട് മെത്തേഡ്. ഒന്ന് ഫിക്സഡ് മെത്തേഡ്, രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് അല്ലെ. സോ നമ്മൾ ഫിക്സഡ് മെത്തേഡിലാണോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സൈഡ് ഉണ്ട്. ഏതാ? ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സൈഡ്. ഒന്ന് എന്താണ്? ഒന്ന് ഡെബിറ്റ് സൈഡ്, രണ്ട് ക്രെഡിറ്റ് സൈഡ്. എങ്ങനെ? രണ്ട് സൈഡിലാണല്ലോ നമ്മൾ ചെയ്യുക. ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ് സൈഡ് അല്ലെ. ഇതാണ് ക്രെഡിറ്റ്, ഇത് ഡെബിറ്റ്. ഇതിന് എന്താണ് ഡെബിറ്റ് സൈഡിൽ ഇത്? ഡെബിറ്റ് സൈഡിൽ ഇതിന്റെ കാര്യം വളരെ സിമ്പിൾ ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് കൂടുന്ന കാര്യങ്ങൾ, അഥവാ പാർട്ട്ണർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റലിന് കുറയുന്നുണ്ടെങ്കിൽ, അഥവാ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് കുറയുന്നുണ്ടെങ്കിൽ, ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് കൂടുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ നമുക്ക് നോക്കാം. ഇവിടെ സിമ്പിൾ ആണ്. നോക്കാം. ഇത് ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഓണറെ? ഇത് ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, 1,20,000. അഥവാ ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി. അതെന്തായാലും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതൊരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ ലയബിലിറ്റിക്കൊക്കെ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസ് അസറ്റ് ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇതിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ക്യാപിറ്റൽ 1,20,000 ക്രെഡിറ്റ് ആണ് കൊടുക്കുക. ഇൻട്രസ്റ്റ് വന്നാൽ, ഇൻട്രസ്റ്റ് ആർക്കാ? പാർട്ണർക്ക് കിട്ടുന്ന പൈസ അല്ലേ. സോ പാർട്ണറുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആവും. പാർട്ണറുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പാർട്ണർക്ക് സാലറി കിട്ടുമ്പോൾ അതും ക്രെഡിറ്റ് ചെയ്യണം. പാർട്ണറെ എമൗണ്ട് കൂടുതലല്ലേ ചെയ്യാം. നെക്സ്റ്റ് ഡ്രോയിങ്സ്. പാർട്ണർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് വിഡ്രോ ചെയ്തു. ഞാൻ പറഞ്ഞു പാർട്ണറുടെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിനാണ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അവളെ അയാൾ തിരിച്ചെടുക്കുക. അത് കുറയാ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അതും ഡെബിറ്റ് ചെയ്യണം. കാരണം അതും പാർട്ണറുടെ ബാലൻസ് കുറയാ ചെയ്യാം. നമ്മുടെ ബാങ്കിൽ നിന്ന് ചാർജ് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കുറയല്ലേ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഡ്രോയിങ് ചെയ്തതിന്റെ ഒരു ഇൻട്രസ്റ്റ് ചാർജ് വന്നിട്ട് അത് മനസ്സിലായി ചെയ്യാം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് വരുമ്പോൾ പാർട്ണറുടെ ബാലൻസ് കൂടുകയും ചെയ്യാം. അപ്പൊ ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ആസ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ലോഗേജ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഡെബിറ്റ് സൈഡ് ഉണ്ടാകും, അതുപോലെ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ റെഡ് മതി. ലോഗേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് S1 31/3/2026. രണ്ട് സൈഡ് വേണ്ടേ? ഒന്ന് ഡെബിറ്റ്, ഒന്ന് ക്രെഡിറ്റ്. ഇതാണ് ഡെബിറ്റ് സൈഡ്. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഇവിടെ പർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഏ സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡില് ബൈ ബാലൻസ്. കുറഞ്ഞു പോയില്ലേ? നമുക്ക് കുറച്ചും കൂടി നീട്ടി വെക്കാം. കുറച്ചും കൂടെ വെക്കാം. കാരണം ഒരു ഈവൻ ഇല്ല. ഇപ്പൊ സെറ്റായി. സോ ബൈ ബാലൻസ് 1,20,000. 1,20,000 നമ്മുടെ ബാലൻസ് ഉള്ളത്. സോ നമ്മൾ ഓരോന്ന് എഴുതുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യണം. നമ്മളെ കളർ മാറ്റി ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തു. 1,20,000 നമ്മളെ ഓപ്പണിംഗ് ബാലൻസ് 1,20,000. ഈ ഇൻട്രസ്റ്റ് 5% ഉണ്ട്. 5% ഇൻട്രസ്റ്റ് ഉണ്ട്. അഥവാ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1,20,000 ഇൻറ്റു 5/100. 5,000 6,000. അഥവാ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 6,000. സോ ബൈ ഇൻട്രസ്റ്റ് 6,000. ഇൻട്രസ്റ്റ്
ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് വരുമ്പോൾ, സാലറി കിട്ടുമ്പോൾ, പ്രോഫിറ്റ് കിട്ടുമ്പോൾ, കമ്മീഷൻ, അതൊക്കെ ഇവിടെ എഴുതാം. ലോസ് വരുമ്പോൾ, ഡ്രോയിങ്സ് വരുമ്പോൾ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ, അതാണ് ഇവിടെ എഴുതുക. ഇനി ഈ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് വിഡ്രോ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ സമയത്ത് ഇവിടെ റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഇൻട്രസ്റ്റ് എഴുതി. അടുത്തത് എന്താ മക്കളെ? സാലറി. ഇത് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്തു. അടുത്തത് സാലറി അല്ലെ, നമുക്ക് റെഡ് കളറിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. യെസ്, ടിക്ക് ഇട്ടു. സാലറി റെക്കോർഡ് ചെയ്യാൻ പോവാണ്. സാലറി ഒരു മന്ത് സാലറി ഈസ് ഇക്വൽ ടു 3000 ഇൻറ്റു 12 അല്ലേ, അഥവാ 30,000, 36,000, 36,000. എത്ര മക്കളെ? ബൈ സാലറി 36,000. ഈ സൈഡിലൊക്കെ ബൈ എന്ന് എഴുതണം, ഇവിടെ ഒക്കെ ഉള്ളത് 2 എന്ന് എഴുതണം. 2 ഇതൊന്നും വന്നിട്ടില്ല, നോക്കാം. ഇനി അടുത്തെന്താ വരുന്നത്? ഡ്രോയിങ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ ടിക്ക് ഇടണം. ഡ്രോയിങ്സ് 12,000, അത് ഇവിടെ എഴുതണം. വിഡ്രോ ചെയ്യാണ്. സോ 2 കളർ ഏതാ? 2 ഡ്രോയിങ്സ് 12,000. അതേപോലെ 2 ഇൻട്രസ്റ്റ് ഓൺ 1000. രണ്ട് കാര്യം ഉണ്ടല്ലേ, ഡ്രോയിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. രണ്ടും ഡെബിറ്റ് സൈഡ് ചെയ്ത്, ബാക്കിയൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ പ്രോഫിറ്റ് ഷെയർ ഉണ്ട്. പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. സോ ബൈ പ്രോഫിറ്റ് 30,000. ഇവിടെ പറയുന്നത് എല്ലാ അഡ്ജസ്റ്റ്മെന്റിന് ശേഷമാണ്. അപ്പം നമ്മുടെ സാലറി അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ 30,000 രൂപ ആർക്ക്? ലോകേഷിന് ബാലൻസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇത്ര എമൗണ്ട്, അതായത് 1,20,000 ഇൻവെസ്റ്റ് ചെയ്തു. അതിന് പുറമെ എന്ത് ചെയ്തു? ഇയാൾക്ക് സാലറി കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, പ്രോഫിറ്റും കിട്ടി. അപ്പൊ ടോട്ടൽ ഇയാളുടെ ബാലൻസ് എത്ര നോക്കാം? ടോട്ടൽ ചെയ്യണം. 120, 150, 180, 190, 192,000. അതിൽ നിന്ന് എന്ത് ചെയ്തു? 30,000 ഇയാൾ വിഡ്രോ ചെയ്തു. അപ്പൊ 179,000, 180, 192,000. നോക്ക്, ഇയാൾ 1,20,000 കൊണ്ടുവന്നു. ആ 1,20,000 6,000 ഇയാൾക്ക് സാലറി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ 1,26,000. ഇനി അയാൾ 36,000 സാലറി ആയിട്ടും കിട്ടി. അപ്പൊ 1,26,000 32, 1,62,000. അന്ന് ഇയാൾക്ക് പിന്നെ 30,000 പ്രോഫിറ്റ് കിട്ടി. അപ്പൊ 1,62 പ്ലസ് 30, 1,92, 1,92,000 ഇയാൾക്ക് കിട്ടി. ആ 1,92 ഇയാൾ എന്ത് ചെയ്തു? 12,000 പിൻവലിച്ചു. അപ്പൊ 1,80,000. 1,80 പിന്നെ 1000 പിൻവലിച്ചു. അപ്പൊ 1,79. അപ്പൊ ഇതാണ് ഇയാളുടെ ബാലൻസ്. ടു ബാലൻസ് ഇയാളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ക്യാപിറ്റൽ ബാലൻസ് 1,79,000 ആണ്. ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുക. മോസ്റ്റ് പ്രോബബ്ലി ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വിഷയം നിങ്ങൾ ചോദിച്ചു. എല്ലാ ഓണം എക്സാമിലും ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചോദിക്കാറുണ്ട്. അതെന്തായാലും ഇതേ മോഡൽ ആയിരിക്കും. സോ ഇതിന്റെ ഒരു മെത്തഡോളജി എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾക്ക് അഡീഷണലി കാൽക്കുലേഷൻ വരുന്നത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. സോ അതൊന്ന് സ്പെഷ്യലൈസ് ചെയ്ത് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ സെറ്റ് അല്ലേ? സോ നിങ്ങൾ ലിബാൻ സാറെ ലൈവ് ഉണ്ട്, ലൈവും കാര്യങ്ങളും നിങ്ങൾ കാണണം. നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓണം എക്സാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ മക്കളെ വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.